ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി സംഭവം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഡിവൈൻ കൂട്ടിച്ചേർത്ത ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. ഇതൊരു സ്പിരിച്വൽ കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധമായിരിക്കാം ഇത്. അതായത് ഇതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടല്ല ഇവിടെ കാണുന്നത്, ആത്മാവുകൾ തമ്മിലുള്ള ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. എന്തായാലും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടും ഉണ്ടാവാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജിയാണ്. ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അത്രയും പവിത്രമായിട്ട് കൊണ്ടു നടന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഒത്തിരി ആഗ്രഹിച്ച് നേടിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു, ആ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ നഷ്ടമായവയിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്, പക്ഷെ അതിലോട്ടൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു നഷ്ടത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു സോൾമേറ്റിനെ നഷ്ടമായത് വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ മറ്റാരും വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഇതുവരെയും മറ്റാരിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും വലിയൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത്, റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് ഒരു ലോസ് എനർജിയാണ്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി? ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തിനാണ് ഈ ഒരു വ്യക്തി എന്നിൽ നിന്ന് എത്രയധികം അകന്നു പോയിരിക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണ്, ഇനി എൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണോ ഈ ഒരു പേഴ്സൺ അകന്നു പോയതെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണമെന്നും അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണെന്നുള്ള ഒരു ചിന്ത ഈ ഒരു പേഴ്സണ് വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, അല്ലെ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടമാവേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ വിചാരിച്ചത് ഇനി നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്കുകൾ വല്ലതും കൊണ്ടാണോ എന്നിൽ നിന്ന് പിണങ്ങിപ്പോയത് എന്നുള്ളൊരു ചിന്തയായിരിക്കാം. എന്തായാലും ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് പിന്നെയും റീകണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി തരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് മുറിവുകൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നേരിട്ടിട്ടുണ്ടായിരിക്കും.
കാരണം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു അകൽച്ച നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം അതെല്ലാം ഹീൽ ചെയ്യുന്ന ഒരു ടൈമാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെയും റിക്കവർ ആയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ടൈം ആവശ്യമുണ്ട് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അപ്പം നിങ്ങളൊരു ഹീലിംഗ് സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെയല്ലേ പോയത് ഈ ഒരു പേഴ്സൺ. പക്ഷെ അതിനെയൊക്കെ ഓർത്ത് ഈ ഒരു പേഴ്സണ് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്, പശ്ചാത്താപം തോന്നുന്നുണ്ട്. രാത്രിയിൽ ഈ ഒരു പേഴ്സൺ ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല നിങ്ങളുടെ ഓർമ്മകൾ വരുന്നത് കൊണ്ട് തന്നെ. വളരെയധികം സങ്കടത്തിലാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ തൻ്റെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അതിനെല്ലാം നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി ഡേ ടൈമിൽ ഈ ഒരു വ്യക്തി ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കാം. പക്ഷേ രാത്രി സമയങ്ങളിലാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ചിന്തകൾ കൂടി വരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ പകൽ സമയങ്ങളിൽ ഈ ഒരു പേഴ്സൺ ഇമോഷണലി വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി എല്ലാ കാര്യങ്ങളെയും ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും വ്യക്തി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരണം. വളരെ ക്ഷമയോടുകൂടി ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഒരു ഹീലിംഗ് എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലേക്ക് വരികയാണ്. കാരണം നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് ചേഞ്ച് ആയിരിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. നിങ്ങളും ഹീലിംഗ് സ്റ്റേജിലാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഓൾറെഡി ഹീലാവുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മറ്റെന്ത് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു വ്യക്തിയെ മാത്രം മതി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. അപ്പം നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയും അതെ, നിങ്ങളും അതെ. നിങ്ങൾ ഇമോഷൻസിനെ എല്ലാം ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, വേദനകളുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ലായിരിക്കും. നിങ്ങൾ ഇമോഷണലി വളരെയധികം സ്ട്രോങ് ആയി മാറിയിട്ടും ഉണ്ടാകാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കുറേ തിരിച്ചറിവുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വ്യക്തി എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് ഈ ഒരു വ്യക്തി എടുക്കാനായിട്ട് പോകുന്നത്? ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ 9 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് കാർഡാണ്. അപ്പം ഈ ഒരു വ്യക്തിയുടെ ആ ഒരു വിഷ് എന്ന് പറയുന്നത് നിങ്ങളാണ്.
അപ്പം അത് നേടാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം വളരെയധികം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള വരവാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി തരണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു സമയം നിങ്ങളെ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്. വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു കാർഡാണ്. അപ്പം ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പറയാനായിട്ട് കഴിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാകുന്നതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി വിശ്വാസം അർപ്പിച്ച് ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സോൾ ഹീലാവുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ ഹീലാവുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹീലാകുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സോളിനെ പ്രിപ്പയർ ചെയ്യുകയാണ് യൂണിവേഴ്സ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇതൊരു വിക്ടറിയുടെ കാർഡാണ്. ഇത് 6 ഓഫ് വാൻസ് എന്ന് പറഞ്ഞൊരു വിക്ടറിയുടെ കാർഡാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് എത്തുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. കാരണം നിങ്ങൾ എത്രയും കാലം വളരെ ക്ഷമയോടുകൂടി പ്രതീക്ഷിച്ച് നിന്നതിന്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച് നിന്നതിന് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് ഒരു സക്സസ് ആണ്. വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഇരിക്കുക. കാരണം നിങ്ങൾക്ക് ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കിയപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ് എന്തായാലും ഒരു സക്സസ്സിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് നോക്കാം. ഈ ഒരു സമയം യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത്? ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് 9 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണൽ ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം അതിനെയെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഈ ഒരു ചിന്തകളിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ കൂടെ 9 വാളുകൾ പോകുകയാണ്. അത് ശരിക്കും ഈ ഒരു വ്യക്തിയെ തൊട്ടിട്ടില്ല, പക്ഷേ ഈ ഒരു ചിന്തകൾ ഈ ഒരു വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ 9 വാളുകൾ ആ ഒരു വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ്. അപ്പോൾ ഈ ഒരു തോട്ട്സ് ഈ ഒരു പേഴ്സണെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഈ ഒരു തോട്ട്സിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഈ ഒരു ചിന്തകൾ അല്ല, ഈ ഒരു വാളുകളൊന്നും നിങ്ങളെ തൊടുന്നില്ല, പക്ഷേ നിങ്ങൾ ഈ ഒരു ചിന്തകളാൽ നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പാസ്റ്റിനെ ഓർത്ത് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സോൾ ഹീലാവുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാവുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ചിന്തകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അത് കാരണം വളരെയധികം സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ടാവുന്നു. നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു ചിന്തകളിൽ നിന്ന് എന്തായാലും പുറത്തു വരണം. ഇത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഭാരം പിടിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി എത്ര ദൂരം പോകാനാണ്? ഇത് നിങ്ങൾ റിലീസ് ചെയ്യുക, അല്ലെ ഇവിടെ ഇറക്കി വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ.
നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ കൂടെ ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം. അപ്പം നിങ്ങൾ വളരെയധികം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഓരോ കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതുകൊണ്ട് തന്നെ ചിന്തകൾ കൂടുതലായിരിക്കാം. നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആകുക, സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സിനെ വിളിക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കൂടെയൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതാണ്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ തളർന്നു പോവേണ്ടവരല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിനെ തിരിച്ചറിയുക. ഇന്നർ സ്ട്രെങ്തിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം ക്ഷമ കാണിക്കേണ്ടതുണ്ട്. ക്ഷമ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് പ്രതീക്ഷിക്കാനായിട്ട് കഴിയൂ. കാരണം ക്ഷമ കാണിക്കുമ്പോഴാണ് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതും നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതും. നമ്മൾ പെട്ടെന്നൊരു കാര്യം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് നടക്കും? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ ക്ഷമ കാണിക്കേണ്ടടുത്ത് ക്ഷമ കാണിക്കുക. വളരെയധികം ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാം ആ ഒരു ഡിവൈൻ ടൈം ആകുന്ന സമയത്ത് നടക്കുന്നതാണ്. ഇപ്പോഴുള്ള എന്തായാലും നമ്മൾ എനർജി നോക്കിയപ്പോൾ കണ്ടല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹീലിംഗ് ഫേസിലാണ്. അപ്പം അതിനെ വളരെയധികം പോസിറ്റീവായിട്ട് കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഒരു കാർഡ് കൂടി നോക്കാം. നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. വളരെ സന്തോഷമുള്ളൊരു ജീവിതമാണ്. മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു സന്തോഷമുള്ളൊരു ജീവിതമായിരിക്കും നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം പുറത്ത് കടക്കേണ്ടതുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിൻ്റെ വേദന മാറിയിട്ടില്ല. നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക മറ്റുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിനെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. വളരെയധികം ക്ഷമ കാണിക്കുക ഈ ഒരു സമയം. അങ്ങനെയെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ ഒരു ഹാപ്പി ലൈഫാണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഞാൻ പറയാം. നമ്പർ 2, നമ്പർ 11, നമ്പർ 1, നമ്പർ 4, നമ്പർ 14, നമ്പർ 14 2 തവണ വന്നിട്ടുണ്ട് കേട്ടോ. 14, പിന്നെ നമ്പർ 13, നമ്പർ 9, നമ്പർ 17, നമ്പർ 6. അപ്പം ഇത്രയും നമ്പേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ 3 കേട്ടോ. അപ്പം ഇത്രയും നമ്പേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യുന്നതാണ്. നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുക. ഈ ഒരു സോൾമേറ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ തിരികെ വരുന്നതാണ്. വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ കൂടെ ഹൈപ്പും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.